സുനിലേക്ക്. സുനിൽ, ഇപ്പോൾ ഇറാനെ മാത്രമല്ല ഇറാന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നുള്ള വാചകങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നത്. യുദ്ധാഹ്വാനം നടത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകൾ ഉയരേണ്ടതുണ്ട് സുനിൽ? തീർച്ചയായും ഇതൊരു യുദ്ധം തന്നെയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയ ആശങ്ക തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇറാന്റെ ഫോർമുസ് കടലിടുക്ക് വഴിയാണ് ലോകത്തിന് ആവശ്യമായ എണ്ണ വ്യാപാരത്തിന്റെ 25% നടക്കുന്നത്. അപ്പോൾ പല രാഷ്ട്രങ്ങൾക്കും ഇത് അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള ഒരു സംഘർഷമായി കാണാൻ കഴിയുകയില്ല. ഇത് ഇസ്രയേലിനും ഇറാനും ഇടയിലുള്ള ഒരു സംഘർഷമായി കണക്കാക്കാൻ കഴിയുകയില്ല. ചൈനയ്ക്ക് പോലും ഒരുപക്ഷെ ഇനി നിശബ്ദമായി തുടരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും. കാരണം ഇറാനിൽ നിന്ന് 90% എണ്ണ ചൈനയ്ക്ക് ആവശ്യമായ 90%, 80-90% എണ്ണ ചൈന വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ അതടക്കം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രങ്ങൾക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ ചൈനയ്ക്കെതിരെ അമേരിക്ക ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഇതൊക്കെ വലിയ ചോദ്യമാണ്. ഏതായാലും വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്ക്, വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ പോലും എണ്ണവിലയിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന, ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന, ഇന്ത്യ വ്യാപാരം നടത്തുന്ന എണ്ണ വ്യാപാരത്തിന്റെ ഒക്കെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന വ്യാപാര ചാനൽ എന്ന് പറയുന്നത് ഈ ഫോർമുസ് കടലിടുക്കാണ്. അപ്പോൾ അത് ഇനി ഇറാൻ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം യുദ്ധമുണ്ടായാൽ, സംഘർഷമുണ്ടായാൽ ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോഴും, ഇന്ത്യ എന്ന് പറയുമ്പോഴും ഈ സംഘർഷത്തിൽ ഏതെങ്കിലും പക്ഷം പിടിച്ചുള്ള നിലപാടിലേക്ക് ഇന്ത്യ പോകാൻ സാധ്യതയില്ല. ഏതായാലും ഇതൊരു യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അക്കാര്യം വ്യക്തമാക്കുകയാണ്. ഇറാൻ തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ആക്രമിക്കുകയാണ് എന്ന നിലയിലേക്ക് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ഇതൊരു യുദ്ധത്തിലേക്ക് പോകുന്നു, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, വലിയ ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ധീരരായ അമേരിക്കൻ പൗരന്മാർക്ക് ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം, ഇതൊരു പോരാട്ടമാണ്, ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഇറാനെ എന്തിനാണ് അമേരിക്ക ആക്രമിക്കുന്നതെന്ന് വലിയ ചോദ്യമുണ്ട്. അവിടുത്തെ എണ്ണ തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോക പോലീസായി അമേരിക്കയ്ക്ക് തുടരണം. അതുകൊണ്ട് തന്നെ ഇറാൻ പോലുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കണം എന്ന ഒരു നയം തന്നെയാണ്. അത് നേരത്തെ ഇറാഖുമായി ബന്ധപ്പെട്ടും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു നയം തന്നെയാണ് അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. ആ ആക്രമണം വലിയ പ്രഹരമായി മാറുകയാണ്. അപ്പോൾ ആദ്യം ഇറാന് നേരെ ആക്രമണം നടത്തുന്നത്, അതിനെ ഇസ്രായേലിനെ മുന്നിൽ നിർത്തുന്നു. ഒപ്പം ഒരു രാഷ്ട്രത്തിന് ചുറ്റും വലിയ പടക്കപ്പലുകളെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന പ്രതീതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്ക സൃഷ്ടിച്ചിരുന്നു. നേരത്തെ സജീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ വിമാനവാഹിനി കപ്പലുകളാണ്, പടക്കപ്പലുകളാണ് ഇറാൻ തീരത്തേക്ക് എത്തുകയും അവിടെ ഒരു കമാൻഡിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ഇനി ഈ യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള ആക്രമണം ആരംഭിക്കുമോ അമേരിക്ക എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും അമേരിക്ക കൂടി ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന കാര്യം അമേരിക്കൻ സൈനിക വിഭാഗങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ മാത്രമല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്, അമേരിക്ക കൂടി പങ്കെടുത്തുള്ള ആക്രമണമാണ്. ഇത് അമേരിക്കയുടെ തീരുമാനമാണ്. അമേരിക്കയുടെ തീരുമാനം ഇസ്രായേൽ തുടങ്ങി, ഇപ്പോൾ അമേരിക്കയും അത് തുടരുന്നു. അപ്പോൾ ഇറാനെ പൂർണ്ണമായി അടിച്ചൊതുക്കുന്ന, ഇറാനെ പൂർണ്ണമായി തകർക്കുന്ന തരത്തിലേക്ക് ഈ ഒരു ആക്രമണം മാറുമോ, ഇതൊരു വലിയ യുദ്ധമായി മാറുമോ എന്നറിയാൻ കാത്തിരിക്കാം. ഏതായാലും ഇപ്പോഴും ഈ ഒരു ആക്രമണം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. രാവിലെ പുലർച്ചെ നടന്ന ആക്രമണത്തിന് തൊട്ട് പിന്നാലെ അതിന്റെ തുടർ ആക്രമണങ്ങൾ കൂടി ഇസ്രായേലിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് തുടരാൻ തന്നെയാണ് അമേരിക്കയും തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാനിൽ നടത്തിയിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഇന്റലിജൻസ്, അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ആറ്റമിക് എനർജി ഓർഗനൈസേഷൻസ് ഓഫ് ഇറാൻ അടക്കമുള്ള സൈനിക കേന്ദ്രങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇറാൻ
ഇറാനിൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. യുദ്ധത്തിന് തുടക്കമിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞ തവണ നടന്നതുപോലെ തന്നെ ചരിത്രം ആവർത്തിക്കുകയാണ് പശ്ചിമേഷ്യയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുന്നു. ആണവ വിഷയത്തിലായിരുന്നു ചർച്ച. 3 റൗണ്ട് ചർച്ച നടത്തുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു രഞ്ജിപ്പിലേക്ക് എത്തുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിക്കുന്നു. അതിന് സമാനമായ ഒരു ആക്രമണമാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുന്നു. 3 റൗണ്ട് ചർച്ചകൾ നടക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആദ്യം ഇറാനെ ആക്രമിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ആക്രമണത്തിൽ അമേരിക്കയും പങ്കുചേരുന്നു എന്നുള്ളതാണ് വലിയ യുദ്ധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു. എന്തായാലും തിരിച്ചടിക്കും, ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഔദ്യോഗികമായി ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ ഇറാനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് തീർച്ചയായും തിരിച്ചടിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേത് പോലെയല്ല ഇത്തവണ സാഹചര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു ഇറാന് നേരെ ഉണ്ടായിരുന്നത്. അതവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നാണ് അന്ന് ആക്രമണം ഉണ്ടായത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ആഴ്ചകൾ നീണ്ട പടയൊരുക്കമുണ്ടായിരുന്നു. ഇറാനെ വലയം ചെയ്തിരുന്നു അമേരിക്ക. 2 വിമാനവാഹിനി കപ്പലടക്കം മിസൈൽ ഡിസ്ട്രോയറുകൾ അടക്കം ഇറാനു നേരെ സജ്ജീകരിച്ചുകൊണ്ട് വലിയ ആക്രമണത്തിന് അമേരിക്ക പദ്ധതിയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല തവണയായി ഇറാനും ഇതിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. സ്വാഭാവികമായും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ അത് നേരിട്ടല്ല എങ്കിൽ പോലും ആയുധങ്ങൾ നൽകിയും മറ്റു തരത്തിലും ഇറാൻ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. ഇറാനിലേക്ക് വലിയ രീതിയിലുള്ള ചൈനീസ് വിമാനങ്ങളും അതോടൊപ്പം തന്നെ റഷ്യൻ ഡിഫൻസിന്റെ വിമാനങ്ങളുമെല്ലാം എത്തിയിരുന്നത് കണ്ടതാണ്. ആ വിമാനങ്ങളിലെല്ലാം എന്താണ് എത്തിച്ചത്, എന്ത് സാങ്കേതിക വിദ്യയാണ് ഇറാൻ അതുവഴി സ്വന്തമാക്കിയത് എല്ലാം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. ഇറാൻ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഇറാനെ അവസാനിപ്പിക്കും എന്നുള്ള തരത്തിൽ ഇസ്രായേലിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഞാൻ വരാം ഫൈസൽ ഹംസ. വലിയ ദൗത്യമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ഇതൊരു നീണ്ട യുദ്ധം എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് പുറത്തുവരുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.